വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിങ്ങനെ കുറേ നാളായിട്ട് വിചാരിക്കുന്നു ഇങ്ങനെ ഭയങ്കര ബജി കഴിക്കാനുള്ളൊരു ഭയങ്കര ആഗ്രഹം. അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് എപ്പോഴും പുറത്തുനിന്നൊക്കെയാണ് ചായ കുടിക്കുന്നത്. ഇപ്പോൾ ഈവനിങ് ഒരു ഔട്ടിങ്ങിന് പോകുമ്പോൾ കഴിക്കാറാണ് പതിവ്. പക്ഷെ നല്ല ബജി ഇവിടെ അവൈലബിൾ അല്ല, എവിടെ ഞാൻ കണ്ടിട്ടില്ല ബജി. പിന്നെ മുട്ട ബജിയൊക്കെ എവിടെയെങ്കിലും കിട്ടാറുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇത് വെച്ചിട്ട് അപ്പോൾ വീട്ടിൽ തന്നെ ചെയ്യാം, ഒരു പരീക്ഷണാർത്ഥം ചെയ്യുന്നതാണ്. ഈ സംഭവം കണ്ടോ, ഇതൊരു ടൈപ്പ് ഓഫ് ചീരയാണ്. അപ്പോൾ ഇതിന് വെച്ചിട്ട് ബജിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമുക്കൊരു 12 ബജി കിട്ടിയാൽ മതി. ഞാനിത് അമ്മീനും പുറത്തൊരു ഔട്ടിങ്ങിന് പോവാണ്. എന്തായാലും ചായ കുടിച്ചിട്ട് ഇറങ്ങാന്ന് വെച്ചു. അപ്പോൾ നമുക്ക് ഇത് പൊട്ടിക്കാൻ ഞാൻ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ വന്നു ഞാൻ ഏകദേശം ഈ ഒരു സൈസിലുള്ള, എൻ്റെ കൈപ്പത്തി കണ്ട ഈ ഒരു സൈസിനുള്ള ചീരയാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് വലുതായി കഴിഞ്ഞാലും രസം ഉണ്ടാവില്ല. നമുക്കൊരു 10-12 ചീരയാണ്. ചീര പേരില്ല. ഇത് മലബാർ ചീര എന്ന് പറയും ഇതിന്. മലബാർ സ്പിനാച്ചാണ് ഇത്. പൊതുവെ നമ്മുടെ ചീരയൊക്കെ ചട്ടിയിലൊക്കെ വളർത്തുന്നതല്ല, ഇത് കുറച്ച് ക്ലൈംബിങ് ടൈപ്പാണ്. നമ്മളിവിടെ ചൊല്ലുണ്ട് ബസലച്ചീര. നമ്മുടെ ഇത് 2 വെറൈറ്റി ഉണ്ട്. ഇതിപ്പോ പച്ചയാണ്, റെഡ് ഉണ്ട്. അപ്പോ ഇത് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഞാൻ മെയിനായിട്ട് ഇത് വളർത്തുന്നത് നമ്മുടെ കോഴികൾക്ക് വേണ്ടിയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഫുഡ് ഒരു വലിയ തലവേദനയാണ്. ഡെയിലി അതുങ്ങൾക്ക് എപ്പോഴും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണമല്ലോ. ഏകദേശം മതിയല്ലോ. 3, 5, 6, 7, 8, 9, 10, 11, 12 മതി. നമുക്കിനി ഇത് ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ പരിപ്പ് കറിയില്ലേ, അതുപോലെ പരിപ്പ് കറിയുടെ കൂടെ അടിപൊളിയാണ്. പിന്നെ ഇത് മുമ്പൊരിക്കൽ നമ്മൾ ഓംലെറ്റ് ചെയ്യുന്ന പോലെ ഓംലെറ്റിന്റെ കൂടെ കട്ട് ചെയ്തിട്ടിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നല്ല ഹെൽത്തി. തോരൻ വെച്ചാലും മതി. പക്ഷെ തോരൻ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വലിയ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടില്ല. കുറച്ച് ഒരു വളുവെളുപ്പ് അല്ലേ, ഈ ടൈപ്പ് സ്പിനാച്ച് ആ ഒരു ഇതുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും പോയി ചെയ്ത് നോക്കാം. ഓക്കെ, പെട്ടെന്ന് ചെയ്യാം. ബജിയുടെ പിന്നെ മസാല മിക്സിംഗ് ഒക്കെ നോർമൽ ബജി പോലെയാണ്. അപ്പോൾ കഴിച്ചിട്ട് റെഡിയാക്കാം. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് മത്തൻ, ഞാൻ കുറേ മത്തൻ മുളപ്പിച്ചിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് ഇതിൻ്റെ ഇലക്കറി വെച്ചാൽ നല്ലതാണ്, അതിനു വേണ്ടിയാണ്. എന്തായാലും കായ്ക്കുമെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി ഒരു 4-5 സ്പൂൺ കടലമാവ്, പിന്നെ ഒരു 2 സ്പൂൺ അരിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾ, കായം, മുളക് പൊടി, പിന്നെ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഒരു അത്യാവശ്യം ഒരു നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ ബാറ്റർ റെഡിയാക്കിയാൽ മതി. സാദാ ബജി പോലെ. പിന്നെ അതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഭയങ്കര സിമ്പിളാണ്, പെട്ടെന്ന് വെന്ത് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ബജി റെഡി ആയിട്ടേ. ബജി പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുത്തു. എന്തിനും മെഴുക ചൂടില്ല കഴിച്ചോ പാപ്പ. മിമിക്ക് 2 അതേപോലെ കരിഞ്ഞത് ചെറുത്. ഡാഡി ചൊല്ല എന്നാന്ന്. എല്ലാവർക്കും എങ്ങനെയുണ്ട് ഇതില്? സൂപ്പർ. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കിയെന്നല്ലോ. അപ്പൊ അടിപൊളി ടേസ്റ്റ്. എന്തായാലും പരീക്ഷണം പോയില്ല. നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. എന്തായാലും ചായ ആസ്വദിക്കട്ടെ. അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും.